എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ അടുത്ത വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ നാട്ടിലെത്തി, ഇരിഞ്ഞാലക്കുടയിലെത്തി. ട്രിവാൻഡ്രം വഴിയാണ് ഞാൻ എത്തിയത്. അപ്പോൾ എൻ്റെ വൈഫ് ഇന്നാണ് വരുന്നത്. വൈഫിന് കൊച്ചിയിൽ ഫ്ലൈറ്റ് കിട്ടിയില്ല, എനിക്ക് കിട്ടാത്ത പോലെ തന്നെ. അവൾ കോഴിക്കോട് വഴിയാണ് വരുന്നത്. ഇപ്പോൾ രാത്രി 12:30. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനും ഡ്രൈവറും കൂടെ ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോവാണ് കോഴിക്കോട് എയർപോർട്ടിലോട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീട്ടിലെത്തി ഏകദേശം ഒരു 6 മണിക്കൂറോളം കിടന്നുറങ്ങി. ഇനി പോവാണ് വസുവിനെ പിക്ക് ചെയ്യാൻ. ശരിക്കും ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, ഫുള്ള് ഫ്ലൈറ്റിലായിരുന്നു. ഇന്നത് ഫുള്ള് വീണ്ടും കോഴിക്കോടേക്ക് യാത്ര ചെയ്യണം. അപ്പോൾ ഫുള്ള് ഓട്ടമാണ്. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. ഞാൻ ഇറങ്ങാണ്. അപ്പോൾ കാറിൽ കയറി ഞങ്ങളിപ്പോൾ വസുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. സമയം ഏകദേശം 1 മണി. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി NH17 ആണ്, നാഷണൽ ഹൈവേ 17. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റോഡിൻ്റെ വീതി നിങ്ങൾക്ക് മനസ്സിലാവും. ആൾക്കാർക്ക് നടക്കാനുള്ള വഴിയുമില്ല, ഫുട്പാത്തിലൊക്കെ കല്ലും മണ്ണൊക്കെ എടുത്തിട്ടിരിക്കുന്നു. ആ കാണുന്ന ലോറിയിൽ നമ്മുടെ റോട്ടിലുള്ള എല്ലാ പരസ്യ ബോർഡും വെച്ചിട്ടുണ്ട്. കാരണം മരങ്ങൾ പല സ്ഥാനവും പല ഷേപ്പിലൊക്കെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഉണ്ട്. ഗുരുവായൂരെത്തി. തറല്ല, ഒരു വളവ്. നേരെ പോയി കഴിഞ്ഞാൽ കോഴിക്കോട് അല്ലേ? കോഴിക്കോട് കൊണ്ടുതന്നെ ഒരു 50 കിലോമീറ്റർ അടുത്തുണ്ട്, 40 കിലോമീറ്റർ ഉണ്ടാവും. എയർപോർട്ട് ഒരു ഭയങ്കര ഉൾപ്രദേശം. ആരും 1-2 സൈൻ ബോർഡ് മാത്രമേ കണ്ടുള്ളൂ. സൈൻ ബോർഡ് കണ്ടാൽ പോലും ആൾക്കാർക്ക് അറിയില്ല ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിലെത്തുന്നു. അങ്ങനെ ഇന്നലെ രാത്രി തിരുവനന്തപുരം എയർപോർട്ട്, ഇന്നിതേ ഇപ്പോൾ കാലിക്കറ്റ് എയർപോർട്ട്. ഇങ്ങനെ എയർപോർട്ട് ചുറ്റിക്കറങ്ങി നടന്ന് ഇപ്പോൾ വസുവിന് വേണ്ടി നടക്കുകയാണ് അങ്ങോട്ട്. അങ്ങനെ കോഴിക്കോട് എയർപോർട്ടിലെത്തി വെയിറ്റ് ചെയ്യാണ് അവൾക്ക് വേണ്ടിയിട്ട്. ആദ്യമായിട്ടാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്നത്. അപ്പോൾ കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ ലുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു അവൾക്ക് ഓഫ്. പക്ഷെ അവൾക്ക് പെട്ടെന്ന് ലീവ് കിട്ടി. അപ്പോൾ അന്ന് തന്നെ അവൾക്ക് തിരിച്ചു വരാൻ പറ്റി. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് ഇറങ്ങി, ഇവൾക്ക് കോഴിക്കോട് ഇറങ്ങി. കൊച്ചിയിലോട്ട് വരാനുള്ള ഒരു ഫ്ലൈറ്റും കിട്ടിയില്ല. അപ്പോൾ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. വസുവിൻ്റെ ആദ്യത്തെ ട്രിപ്പാണ് കോഴിക്കോട് വിമാനത്താവളത്തേക്ക്. ഞങ്ങൾ ആരും വന്നിട്ടില്ല. ഇവിടേക്ക് എത്തിപ്പെടാൻ ഭയങ്കര പാടായിരുന്നു, കാരണം ചെറിയ ചെറിയ വഴി കൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. കോഴിക്കോട് കൊച്ചിയായിട്ടാ കൊള്ളാവുന്നത്. പിന്നെ ഞാൻ ഷാർജയാണ് വന്നത്. ഷാർജയല്ലേ, ദുബായ് തന്നെയാണ്. ആദ്യമായിട്ടുള്ള ഷാർജ എയർപോർട്ടിൽ നിന്ന് കയറി. ഇപ്പോൾ മനസ്സിലായി ദുബായ് എയർപോർട്ടിൻ്റെ വില എങ്ങനെയുണ്ട്. അയ്യോ ഷാർജ എയർപോർട്ട് ഭയങ്കര ദുബായ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഷാർജയിൽ വരാനേ തോന്നിയിട്ടില്ല. അവളുടെ അച്ഛന് വേണ്ടിയിട്ട് കുപ്പി വാങ്ങിച്ചിട്ടുണ്ട്. എവിടെ കുപ്പി വാങ്ങിട്ട് ജോഡി വാക്കണം. വെള്ളടി വാങ്ങാനായിട്ട് ഒരു പ്രശ്നമില്ല. ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ടാക്സി കൂലി ചോദിച്ചു 350 രൂപ. അപ്പോൾ നേരെ ഓട്ടോ കിട്ടി 100 രൂപയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം 4:30. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഞാൻ തിരിച്ചു വരാം. അപ്പോൾ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ സർപ്രൈസിന് വേണ്ടിയിട്ടാണ് നാട്ടിൽ വന്നേക്കുന്നത്. അപ്പോൾ കണ്ടുപോകാം.